ഹലോ മക്കളെ, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന് ഫലമായിട്ടുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ പറ്റിയും ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ കറണ്ടിനെ പറ്റിയും ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാക്കുന്ന കറണ്ടിനെ പറ്റിയും കറണ്ടിൻ്റെ ഡയറക്ഷനെ പറ്റിയും ഒക്കെ കേട്ടായിരുന്നു. ലെൻസസിനെ പറ്റി പഠിച്ചായിരുന്നു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തായിരുന്നു. ഇനിയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മോഷണൽ ഇ എം എഫിനെ പറ്റിയാണ്. മോഷണൽ ഇ എം എഫും അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് കോൺസെപ്റ്റുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോണത്. ശ്രദ്ധിച്ചിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റാണ് മോഷണൽ ഇ എം എഫ്. നമുക്ക് നോക്കാം എന്താണ് മോഷണൽ ഇ എം എഫ്. ഈ പേരിൽ തന്നെയുണ്ട്, മോഷണൽ എന്ന് പറഞ്ഞാൽ എന്തോ ഒന്ന് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇ എം എഫ് ഉണ്ടാകുന്നത്, അല്ലേ? അതാണ് മോഷണൽ ഇ എം എഫ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ട്, കണ്ടോ? ഇതുണ്ട്, കണ്ടക്ടർ ഉണ്ട്. സോ ഈ കണ്ടക്ടറിനെ ആണെങ്കിൽ ഞാൻ മൂവ് ചെയ്യിക്കാൻ പോവുകയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡ്. ഈ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്, ശരിയാണോ? ഇത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് മക്കളെ? നിങ്ങൾ പറയും സർ ഇൻ ടു ദ പ്ലെയിൻ ആണ്, പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് വന്ന് വീഴുന്നത്. ഇനിയാണെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. നമ്മുടെ കണ്ടക്ടറിനെ ഞാൻ വി എന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞേടാ, ഈ കണ്ടക്ടറിലേക്ക് ഇ എം എഫ് ഉണ്ടാകുമോ? നിങ്ങൾ പറയും ഉറപ്പായും ഉണ്ടാകും. കാര്യം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിനെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കടത്തിവിടുമ്പോൾ ഉറപ്പായും കണ്ടക്ടറിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എക്സ്പീരിയൻസ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകുകയും ചെയ്യും. ഞാൻ പറഞ്ഞു ശരി, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. ഇനി സാധാരണഗതിയിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യണം? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഞാൻ ചോദിക്കും മക്കളെ, ഇത് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോടാ, ഇത് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുമോ? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. എന്താണ്? സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കണം. ഒരിക്കലും ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് പ്രൊഡ്യൂസ് ആവുകയില്ല. സോ ഇവിടെയാണെങ്കിൽ ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. സോ ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ ഒരിക്കലും കറണ്ട് പ്രൊഡ്യൂസ് ആവുകയില്ല. സോ ഇവിടെ ആര് പ്രൊഡ്യൂസ് ചെയ്യില്ല? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയില്ല. സോ അപ്പോൾ നമുക്ക് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് എന്തായിരിക്കണം? ക്ലോസ്ഡ് സർക്യൂട്ട് ആയിരിക്കണം. ഇ എം എഫ് ഉണ്ടാകും, പക്ഷേ എന്തുണ്ടാവുകയില്ല? കറണ്ട് ഇവിടെ ഉണ്ടാവുകയില്ല. ശരി, അപ്പോൾ ഈ ഇ എം എഫിനെ വിളിക്കുന്ന പേരെന്താണ്? മോഷണൽ ഇ എം എഫ്. ഈ ഇ എം എഫിനെ വിളിക്കുന്ന പേരെന്താണ്? മോഷണൽ ഇ എം എഫ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും സർ അങ്ങനെയെങ്കിൽ ഇവിടെ കറണ്ട് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ പറയും മക്കളെ, സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കണം. സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കിയാൽ നമുക്ക് ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ അതിന് വേണ്ടിയിട്ട് സർക്യൂട്ട് ക്ലോസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്ന മാർഗ്ഗമാണ് നോക്കടാ. ഇത് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടോ? ഇത് മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ ഇരിക്കുന്ന എല്ലാം മാഗ്നറ്റിക് ഫീൽഡാണ്. ക്രോസ് മാഗ്നറ്റിക് ഫീൽഡാണ്. ബി എന്ന മാഗ്നറ്റിക് ഫീൽഡുണ്ട്. ഇനിയാണെങ്കിൽ ഞാൻ ഒരു റെയിൽ വെക്കാൻ പോവുകയാണ്. ഒരു ഫിക്സ്ഡ് റെയിൽ വെക്കാൻ പോവുകയാണ്. എന്ന് എന്താണ്? ഞാനൊരു കമ്പി ഇങ്ങനെ വളച്ച്, സി ആകൃതിയിൽ കമ്പി ഇങ്ങനെ വളച്ച് വെക്കാൻ പോവുകയാണ്. ഇത് ഫിക്സ്ഡ് റെയിലാണ്. ഈ റെയിലിൻ്റെ മുകളിലാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ കണ്ടക്ടർ ഇരിക്കുന്നത്. റെയിലും കണ്ടക്ടറാണ്. അതുപോലെയാണെങ്കിൽ ആരും കണ്ടക്ടറാണ്. നമ്മുടെ ഈ എടുത്തിരിക്കുന്ന മൂവ് ചെയ്യുന്നത് ആരാണ്? ഇവനെയാണ് ഞാൻ മൂവ് ചെയ്യിക്കുന്നത്. ഈ പച്ച കണ്ടക്ടറിനെയാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്. ഈ വെള്ള സാധനം എന്താണ്? അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? നോക്കുമ്പോൾ ക്ലോസ്ഡ് സർക്യൂട്ടായില്ലേടാ. ഇവിടെ ആർക്ക് മൂവ് ചെയ്യാനും പറ്റും? കണ്ടക്ടറിൽ മൂവ് ചെയ്യാനും കഴിയും. ഇതെന്താണ്? സർക്യൂട്ട് ക്ലോസുമാണ്. കറണ്ടാണെങ്കിൽ ഇങ്ങനെ ഒഴുകിപ്പോകാൻ കഴിയുകയും ചെയ്യും. സോ ഇവിടെ കറണ്ട് ഉണ്ടാകും. നേരത്തെ സിറ്റുവേഷനിൽ കറണ്ട് ഉണ്ടാകുമായിരുന്നോ? ഇല്ല. ഇവിടെയാണെങ്കിൽ കറണ്ട് ഉണ്ടാവുകയില്ല, പക്ഷേ ഇ എം എഫ് ഉണ്ടാകും, കറണ്ട് ഇല്ല. ഇനി ഇവിടെയാണെങ്കിലോ? ഇവിടെയാണെങ്കിൽ ഞാൻ ഇങ്ങനൊരു റെയിൽ വെച്ചു. ആ റെയിലിൻ്റെ മുകളിലാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും? അത് സർക്യൂട്ട് ക്ലോസ് ആണ്. ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും, അതുപോലെ ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാകും. ഓക്കെ ആണോ മക്കളെ? സോ ഇവിടെ ഇ എം എഫും ഇവിടെ ഇ എം എഫും അതുപോലെ ആരും ഉണ്ടാകും? കറണ്ടും ഉണ്ടാകും. കാരണം സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. നോക്ക്, അപ്പോൾ നമ്മൾ ഈ ഇ എം എഫിനെ വിളിച്ച പേരെന്തായിരുന്നു? ഈ ഇ എം എഫിനെ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. ഇതാണ് കണ്ടക്ടറിൻ്റെ മോഷൻ മൂലം ഉണ്ടാകുന്ന ഇ എം എഫ് ആണ് മോഷണൽ ഇ എം എഫ്. ഇത് എപ്പോഴാണ് ഉണ്ടാകുന്നത്? കണ്ടക്ടർ ആണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് മൂവ് ചെയ്യുമ്പോഴാണ് മോഷണൽ ഇ എം എഫ് ഉണ്ടാവുന്നത്. When a conductor moves perpendicular to a magnetic field, കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ
ആൻഡ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ എൻഡ്സ്. ഇതിന് എൻഡിൽ എന്തുണ്ടാവും? ഇ എം എഫ് ഉണ്ടാവും. ഈ ഇ എം എഫിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. മോഷണൽ ഇ എം എഫ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ സർക്യൂട്ട് മസ്റ്റ് ബി ക്ലോസ്ഡ്. മനസ്സിലായോ? സർക്യൂട്ട് ക്ലോസ് ആണെങ്കിൽ മാത്രമേ മോഷണൽ ഇ എം എഫിന് കറണ്ടിനെ, ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ. ശരി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് മനസ്സിലായി? ഈ മോഷണൽ ഇ എം എഫ് എന്താണെന്ന് മനസ്സിലായി. ഇനിയാണെങ്കിൽ നമ്മുടെ സെറ്റപ്പ് നോക്കി. എ കണ്ടക്റ്റിംഗ് റോഡ് ഈസ് മൂവ് വിത്ത് വെലോസിറ്റി വി. വി എന്ന വെലോസിറ്റിയിൽ ഒരു കണ്ടക്റ്റിംഗ് റോഡ്, ഇതാണ് കണ്ടക്റ്റിംഗ് റോഡ്. കണ്ടക്റ്റിംഗ് റോഡ്. ഈ കണ്ടക്റ്റിംഗ് റോഡ് വി എന്ന വെലോസിറ്റിയിൽ എന്ത് ചെയ്യാം മക്കളെ? മൂവ് ചെയ്യുകയാണ്. എങ്ങനെയാണ്? ഓൺ എ ഫ്രിക്ഷൻലെസ് റെയിൽ. ഇവിടെ ഫ്രിക്ഷൻ ഒന്നുമില്ല. ഇതിൻ്റെ മുകളിലൂടെ എന്ത് ചെയ്യാണ്? ഈ റെയിലിൻ്റെ മുകളിലൂടെ ഓടുകയാണ്. ഈ റെയിലാണ്. ആ റെയിലിൻ്റെ മുകളിലൂടെ ആർക്ക് ഓടാൻ കഴിയും? ഈ കണ്ടക്ടറിന് ഇങ്ങനെ അങ്ങോട്ട് ഓടാൻ കഴിയും. ഓക്കെ, റെയിൽ ഇൻ എ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് മക്കളെ? പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദ ഏരിയ ഓഫ് ദ ലൂപ്പ് ചേഞ്ചസ്. ലൂപ്പിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യും. ലൂപ്പിൻ്റെ ഇപ്പോഴത്തെ ഏരിയ എന്താണ്? ലൂപ്പിൻ്റെ ലെങ്ത് L ആണെന്ന് കരുതിക്കോ. അപ്പോൾ കണ്ടക്ടറിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? L തന്നെയായിരിക്കും. അതുപോലെ ലൂപ്പിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എക്സ് ആണെന്ന് കരുതിക്കോ. ലൂപ്പിൻ്റെ വിഡ്ത്ത് എത്രയാണ്? എക്സ് ആണ്. സോ ഈ ലൂപ്പിൻ്റെ വിഡ്ത്ത് ഉണ്ട്, അതുപോലെ ലെങ്ത് ഉണ്ട്. ഏരിയ എത്രയാണ്? L ഇൻറ്റു എക്സ്. L ഇൻറ്റു എക്സ്, ഇതാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. സോ ഏരിയ എത്രയാണ്? ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു L ഇൻറ്റു എക്സ് ആണ്. ഇനി ആര് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്? നമ്മുടെ ഈ കണ്ടക്റ്റിംഗ് റോഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട്, ബാക്കി പറഞ്ഞാൽ നീ കണ്ടക്റ്റിംഗ് റോഡ് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായിട്ടും ഇവിടെ എന്ത് സംഭവിക്കും മക്കളെ? ഇവിടെയാണെങ്കിൽ ഏരിയയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. ശരിയാണോ? ഈ ഏരിയ, ഈ എക്സ് മാറിക്കൊണ്ടിരിക്കത്തില്ലടാ. ഇങ്ങോട്ടും വരുന്നതനുസരിച്ച് എക്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഉണ്ടോ? ഇങ്ങോട്ട് വരുന്നതനുസരിച്ച്, കണ്ടക്റ്റിംഗ് റോഡ് ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് ആ എക്സിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഈ ചെറിയ എക്സ് ആണ് ഞാൻ ഡി എക്സ് എന്ന് വിളിച്ചു. ചെറിയ എക്സ് എത്രയാണ്? ഡി എക്സ്. ആര് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്? നമ്മളുടെ ഈ കണ്ടക്ടർ റോഡ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് ഏരിയ ചേഞ്ച് ചെയ്യും. മക്കളെ, ഏരിയ ചേഞ്ച് ചെയ്തെങ്കിൽ ഫ്ലെക്സും ചേഞ്ച് ചെയ്യും. ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫൈ വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് എ എന്നാണ്. സോ ഏരിയയ്ക്ക് ചേഞ്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആർക്കും ചേഞ്ച് ഉണ്ട്, ഫ്ലെക്സിനും ചേഞ്ച് ഉണ്ട്. സോ ലൂപ്പിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും, അല്ലെങ്കിൽ കണ്ടക്ടറിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ചേഞ്ച് ഇൻ ഫ്ലെക്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? കണ്ടക്ടറിൽ ചേഞ്ച് ഇൻ ഫ്ലെക്സ് എക്സ്പീരിയൻസ് ചെയ്യും. The area of the loop changes with time. The area of the loop changes with time. സമയം മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ഈ കണ്ടക്ടർ മൂവ് ചെയ്തതിൻ്റെ ഫലമായിട്ട് സമയം മാറുന്നതനുസരിച്ച് ഈ ലൂപ്പിൻ്റെ ഏരിയ ചേഞ്ച് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ആർക്ക് മാറ്റം ഉണ്ടാകും? ഫ്ലെക്സിന് മാറ്റം ഉണ്ടാകും. കണ്ടക്ടറിൽ ലിങ്ക് ചെയ്ത ആ ഫ്ലെക്സിന് മാറ്റം ഉണ്ടാകും. ഫ്ലെക്സ് എന്ത് ചെയ്യും മക്കളെ? ആൾസോ ചേഞ്ചസ്. ഫ്ലെക്സും ചേഞ്ച് ചെയ്യും. അങ്ങനെ കണ്ടക്ടറിലെ ഫ്ലെക്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായി എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ എൻഡ്സ് ഓഫ് ദ കണ്ടക്ടർ. കണ്ടക്ടറിൻ്റെ എൻഡിൽ എന്തുണ്ടാവും? ഇവിടെയാണെങ്കിൽ നമ്മളുടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും. സോ ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ വിളിക്കുന്ന പേരെന്താണ്? മോഷണൽ ഇ എം എഫ്. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? മോഷണൽ ഇ എം എഫ്. സോ മോഷണൽ ഇ എം എഫ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിറൈവ് ചെയ്യാൻ പോവുകയാണ്. മോഷണൽ ഇ എം എഫ് യൂസിങ് ഫാരഡേസ് ലോ. ഫാരഡേസ് ലോ വഴി എങ്ങനെയാണ് നമ്മൾ മോഷണൽ ഇ എം എഫിനെ ഡിറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, ശരി മക്കളെ. ഓക്കെ മക്കളെ, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇവിടെയാണെങ്കിൽ ഒരു നമ്മുടെ റെയിലുണ്ട്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കണ്ടക്ടറുണ്ട്. അതിൻ്റെ ലെങ്ത് L ആണ്. സോ ഈ ലെങ്ത് L ആയിരിക്കും. സോ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്? എക്സ് ആണ്. ഓക്കെ ആണോ? നമുക്കറിയാം ഇതിനകത്തുണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി ആണ് അല്ലേ? നമുക്ക് ഈ ഫൈക്ക് പകരം പറയാം ബി ഡോട്ട് എ എന്ന് പറയാം. ഫൈക്ക് പകരം എന്ത് പറയാം? ബി ഡോട്ട് എ എന്ന് പറയാം. സോ ഇക്വേഷൻ എങ്ങനെ മാറും? മൈനസ് നമ്മൾ അതുപോലെ എഴുതി മാറ്റി എഴുതാം. ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതാം. സോ മൈനസ് നമ്മൾ അതുപോലെ എഴുതി. ഡി ഫൈക്ക് പകരം എന്ത് പറയണം? ബി ഡോട്ട് എ എന്ന് പറയാം. ബി ഡോട്ട് എ ഡിവൈഡ് ബൈ എന്തുണ്ട് മക്കളെ? ഡി ടി ഉണ്ട്. ഇനി ഈ ബി ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ കാര്യം എന്താണ്? യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി കോൺസ്റ്റൻ്റ് അല്ലേടാ? ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്
ഡി അതുപോലെ എഴുതി, ഡിവൈഡ് ബൈ ഡി ടി എഴുതി. നമുക്ക് ബി എന്ത് ചെയ്യാം മക്കളെ? ബി എന്ത് ചെയ്യാം? കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, മൈനസും കിടപ്പുണ്ട്. സോ ഡി എ എന്ന് കിട്ടി. ഇനി നോക്ക്, ഇവിടെയാണെങ്കിൽ ഇവയ്ക്ക് ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇൻ ടു ദ പ്ലെയിൻ. ഏരിയ എങ്ങനെയാണ്? അതേ ഡയറക്ഷനിലാണ് ഏരിയ. ശരിയാണോ? ഏരിയ എന്ന് പറഞ്ഞാൽ സർഫസിന് പെർപെൻഡിക്കുലർ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്ക്, ഇവിടെയാണെങ്കിൽ ഞാൻ വരച്ച് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൂപ്പ്. കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ബി ഇങ്ങനെയാണ്. ഏരിയ എങ്ങനെ തന്നെയാണ്? അതിൻ്റെ അതേ ഡയറക്ഷനിലാണ് ഏരിയ. സോ ഇവിടെ ബി ഡോട്ട് എ എന്ന് പറഞ്ഞാൽ ബി എ കോസ് തീറ്റയാണ്. തീറ്റ എത്രയാണ്? പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് തീറ്റ 0 ആയി പോകും. 90 അല്ല, ഇവിടെ തീറ്റ എത്രയാണ്? സെയിം ഡയറക്ഷനിലാണ്. ഏരിയയും ബിയും സെയിം ഡയറക്ഷനിലാണ്. സോ ബി എ കോസ് 0 എന്ന് പറയും. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ എന്താണ് മക്കളെ? ഇത് ബി എ തന്നെയാണ്. സോ ബി ഡോട്ട് എ എന്താണ്? ബി എ തന്നെയാണ്. ഓക്കെ ആണോ? ശരി. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും മാറ്റി എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി നമ്മൾ അതുപോലെ എഴുതി. ഡി ഏരിയയ്ക്ക് പകരം പറഞ്ഞു ലെങ്ത് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ ഡി ടി. ഇത് നമുക്ക് ലെങ്ത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരാ ചേഞ്ച് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് വി എന്ന വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എക്സ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. എല്ല് മാറുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ബി എല്ലും പുറത്തെടുത്തു. ഇനി ആരുണ്ട്? ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി. നോക്ക്, ഈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്താണ്? ഈ ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ്. ഇതൊക്കെ ലെങ്ത്, ഇത് നമ്മുടെ കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലടാ എക്സ് എന്ന് പറയണത്. കണ്ടക്ടർ ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇതെന്താണിത്? ഇത് ആക്ട് ആസ് എ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം എന്താണത്? വെലോസിറ്റി ആണ്. സോ ഇത്രയും ഭാഗം എന്താണ്? വെലോസിറ്റി ആണ്. അപ്പോൾ ഈ മൈനസ് സൈൻ എന്താണ്? കാര്യം വെലോസിറ്റി ബാക്കിലേക്കാണ്. സോ ഇതെന്താണ്? വെലോസിറ്റി ആണ്. നമുക്ക് വെലോസിറ്റിക്ക് വരെ സ്പീഡെന്നും പറയാം. അപ്പം നെഗറ്റീവ് സൈൻ ആവശ്യമില്ലല്ലോ. കാര്യം ഇൻഡ്യൂസ് ഡി എം എഫ് ആണ്. അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സോ നമുക്ക് ഡയറക്ഷൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? അപ്പോൾ വെലോസിറ്റി എന്താണ്? മൈനസ് വെലോസിറ്റി ആണ്. കാര്യം ബാക്കിലേക്ക് ഇത് പോയതുകൊണ്ട് മൈനസ് വി എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇവിടെ നമുക്ക് സ്പീഡ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ബി എൽ അതുപോലെ എഴുതി മൈനസ് ഡി എക്സ് ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയാൻ എന്താണ്? വെലോസിറ്റി ആണ്, അല്ലെങ്കിൽ സ്പീഡാണ്. ആക്ച്വലി സ്പീഡാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ സ്പീഡാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇത്രയും ഭാഗത്തിന് പകരം വെലോസിറ്റി എന്ന് പറയാം, ബി എൽ വി എന്ന് പറയാം. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് മോഷണൽ ഇ എം എഫ്. സോ മോഷണൽ ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബി എൽ വി. ബി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ്. എൽ എന്താണ്? കണ്ടക്ടറിൻ്റെ ലെങ്ത്. വി എന്താണ്? കണ്ടക്ടറിൻ്റെ സ്പീഡ്. ഓക്കെ ആണോ? സോ ഇങ്ങനെയാണ് നമ്മൾ മോഷണൽ ഇ എം എഫ് വളരെ സിമ്പിളായിട്ട് ഡിറൈവ് ചെയ്യുന്നത്. ഇനിയും ഡെറൈവ് ചെയ്യാൻ കഴിയും. മോഷണൽ ഇ എം എഫ് വ്യത്യസ്ത രീതിയിൽ ഡെറൈവ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ, NCERT ടെക്സ്റ്റിൽ തന്നെ 2 രീതിയിൽ ഡെറൈവ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ രീതി നോക്കാം. എങ്ങനെയാണ് മോഷണൽ ഇ എം എഫ് മറ്റൊരു രീതിയിൽ ഡെറൈവ് ചെയ്യുന്നത്? സെയിം കോൺസെപ്റ്റാണ്, പക്ഷേ വേറെ രീതിയിൽ ഡെറൈവ് ചെയ്യും. കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളുടെ മാഗ്നറ്റിക് ഫീൽഡ്. അത് എങ്ങനെയാടാ? നിങ്ങൾ പറയും സർ, അത് ഇൻ ടു ദ പ്ലെയിൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്. ഇനിയാണെങ്കിൽ നമ്മുടെ റോഡാണിത്. കുറച്ച് വലുതായിട്ട് വരയ്ക്കാം. റോഡാണിത്. റോഡിന് ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ ഇതിനെയാണെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യിക്കുകയാണ്. യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഈ ചാർജുകൾ എന്ത് ചെയ്യും? യൂണിഫോം മോഷനിലായിരിക്കും മൂവ് ചെയ്യുന്നത്. ശരിയാണോ? അതെല്ലാം ഇങ്ങോട്ട് യൂണിഫോം മോഷനിൽ വരാൻ പോവുകയാണ്. അപ്പോൾ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തന്നേ, നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. കണ്ടോ? യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ്. അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫോഴ്സ്. സോ ആരും ഈക്വൽ ആയിരിക്കണം. ഇലക്ട്രിക് ഫോഴ്സും മാഗ്നറ്റിക് ഫോഴ്സും എന്തായിരിക്കണം മക്കളെ? ഈക്വൽ ആയിരിക്കണം. അതാണ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് QE വിച്ച് ഈസ് ഈക്വൽ ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കും സാറേ എവിടുന്നാണ് E വന്നത്? കണ്ടോ? ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വന്നത്? ഞാനിവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലല്ലോ. ഈ എന്ന് എങ്ങനെയാണ് എഴുതിയത്? മക്കളെ ഈ ചാർജിനകത്താണെങ്കിൽ
കറണ്ട് ഒഴുകുന്നില്ല, ഇവിടെ കറണ്ട് ഒഴുകും. കറണ്ട് എങ്ങനെയാണ് ഒഴുകുന്നത്? കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഒഴുകും. ഞാൻ ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കറണ്ട് എപ്പോഴും എന്ത് ചെയ്യും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. സോ ഈ ഇലക്ട്രോൺ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് കറണ്ട് എന്ന് പറയുന്നത്. ശരിയാണല്ലോ? ഇലക്ട്രോൺ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ആ ഇലക്ട്രോണിൻ്റെ ഫ്ലോയെ വിളിക്കുന്ന പേരെന്താണ്? കറണ്ട്. ഇനി ശ്രദ്ധിച്ചിരിക്കണം, ഇവിടെയാണെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് കറണ്ട് ഒഴുകും നോക്കാം. നോക്ക്, മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻ ടു ദ പ്ലെയിൻ ആണ്, പ്ലെയിൻ്റെ അകത്തേക്കാണ്. ഫോർ ഈ പ്ലെയിൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്ലെയിൻ്റെ ഉള്ളിലേക്കാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി വെലോസിറ്റി എങ്ങോട്ടാണ് പോണേ? വെലോസിറ്റി ഇങ്ങോട്ടാണ് പോണത്. ശരിയാണോ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ, വെലോസിറ്റി നിങ്ങൾ റൈറ്റ് ഹാൻഡ് എടുക്കുക, ഇൻ ടു ദ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ്, വെലോസിറ്റി എങ്ങനെയാണ്? ഇങ്ങോട്ടാണ് വെലോസിറ്റി. സോ കറണ്ട് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? താഴോട്ട്. കറണ്ട് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നേ? താഴോട്ട്. കറണ്ട് താഴേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? മുകളിലേക്ക്. ഇലക്ട്രോൺസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? കണ്ടോ, കറണ്ട് ഒഴുകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സോ കറണ്ട് ഒഴുകുന്നത് എങ്ങനെയാണ്? താഴേക്കാണ്. ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്കാണ് ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. സോ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ മക്കളെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. കണ്ടക്ടറിന് അക്രോസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് കറണ്ട് ഒഴുകുന്നത്. കറണ്ട് എപ്പോഴും ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഒഴുകും. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലോവർ പൊട്ടൻഷ്യലിൽ നിന്നും ഹയർ പൊട്ടൻഷ്യലിലേക്ക്. ഓക്കെ ആണേ? ശരി. ഇനി നോക്ക്, ഇവിടെയാണെങ്കിൽ നിങ്ങൾക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. മക്കളെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് എങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ഇതിൻ്റെ ലെങ്ത് എല്ലാന്ന് കരുതിക്കോ. ലെങ്ത് എത്രയാണ്? എല്ലാണ്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇതിൻ്റെ ലെങ്ത് എല്ലാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ ലെങ്ത്, അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിനെ വിളിക്കുന്ന പേരെന്താണ്? ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ പറയാം? വി ഡിവൈഡ് ബൈ എൽ. സോ ഇതിനകത്ത് കറണ്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്തുണ്ട്? ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ഈ ചാർജിൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സാണ് എഴുതിയിരിക്കുന്നത്. ഈ ഫോഴ്സ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. യൂണിഫോം മോഷനാണ് കണ്ടക്ടർ മൂവ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആണ്. നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആണ് എങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഇതിൽ ആക്ട് ചെയ്ത രണ്ട് ഫോഴ്സുകൾ കാണും. ഒന്ന് മാഗ്നറ്റിക് ഫോഴ്സ് കാണും. എത്രയാണ്? QVB അല്ലേ? QVB മാഗ്നറ്റിക് ഫോഴ്സാണ്. അതുപോലെ QE ഇലക്ട്രിക് ഫോഴ്സാണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണ് നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയതും ബോഡി എന്ത് ചെയ്തത്? യൂണിഫോം മോഷനിൽ അല്ലെങ്കിൽ ചാർജ് യൂണിഫോം മോഷനിൽ ഇങ്ങോട്ട് നീങ്ങിയത്. ഓക്കെ ആണോ? ശരി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആരെ ക്യാൻസൽ ചെയ്യാം? ക്യൂവിനെയും ക്യാൻസൽ ചെയ്യാം. ഇത് നമുക്ക് ഇക്ക് പകരം പറയാം എന്ത്? വി ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ലെങ്ത് എന്ന് പറയാം. ആക്ച്വലി പൊട്ടൻഷ്യൽ എന്താണ്? ഈ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ EMF ആണ് അല്ലേ? ഈ പൊട്ടൻഷ്യൽ ആരാണ്? EMF ആണ്. നല്ല രീതിയിൽ എഴുതാം. EMF ആണ്. പൊട്ടൻഷ്യൽ ആരാണ്? EMF ആണ്. ഡിവൈഡ് ബൈ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു BV. ഈ വി എന്താണ്? വെലോസിറ്റി. ഇതെന്താണ്? EMF. ഓക്കെ ആണേ? സോ EMF നമുക്ക് അങ്ങനെ എഴുതാം. EMF ഡിവൈഡ് ബൈ EMF ഡിവൈഡ് ബൈ ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ ടു BV. ഇനി EMF ആണോ കണ്ടുപിടിക്കേണ്ടത്? EMF വിച്ച് ഈസ് ഈക്വൽ ടു BLV. സിമ്പിൾ അല്ലേ മക്കളെ? ഇവിടെ നമുക്ക് ആരെ കിട്ടി? EMFൻ്റെ വാല്യൂ കിട്ടി. ഉണ്ടോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചാർജിൻ്റെ മോഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാം? ഇത് ഡെറൈവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ മുന്നേ പഠിച്ച രീതിയിൽ സിമ്പിളായിട്ട് ഇത് ഡെറൈവ് ചെയ്യാനും കഴിയും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. കുഞ്ഞിക്കാര്യമല്ലേ? ആണ്. അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും പറയുകയാണ്, ഈ റോഡ് എന്ത് മോഷനാണ് കാണിക്കുന്നത്? ഈ റോഡാണെങ്കിൽ യൂണിഫോം മോഷൻ കാണിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകും മക്കളെ? ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അതുപോലെ കറണ്ടും ഉണ്ടാകും. ഈ റോഡിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R ആണെന്ന് കരുതിക്കോ. റോഡിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? R ആണ്. സോ ഇൻഡ്യൂസ്ഡ് കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു BLV ഡിവൈഡ് ബൈ R. സോ ആരുടെ വാല്യൂ കിട്ടി? പെട്ടി വരച്ചിട്ട് വേണം. I വിച്ച് ഈസ് ഈക്വൽ ടു BLV ഡിവൈഡ് ബൈ R. R എന്താടാ? ഇതിൻ്റെ റെസിസ്റ്റൻസ് ആണ്. കേട്ടോ, കണ്ടക്ടർ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ആണ് R എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. ഇതിവിടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കിട്ടി. എത്രയാണ്? കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കത് കിട്ടി BLV ഡിവൈഡ് ബൈ R എന്ന് കിട്ടി. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. കുഞ്ഞിക്കാര്യം. ഇനി നമ്മൾ ഡെറൈവ് ചെയ്യാനുണ്ട്. നോക്ക്, അടുത്ത് നമ്മൾ എന്താ ഡെറൈവ് ചെയ്യാൻ പോണേ?
അടുത്താണ് ഫോഴ്സ് റിക്വയർഡ് ടു മൂവ് ദ റോഡ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് സ്പീഡ്. സോ ഇവിടെയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടോ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡാണ്, ബി എന്ന മാഗ്നറ്റിക് ഫീൽഡാണ്, അത് ഇൻ ടു ദ പ്ലെയിനാണ്. ഇനിയാണെങ്കിൽ ഇവിടെ നമ്മളുടെ ഫ്രെയിമുണ്ട്, ഇനി ഇവിടെ നമ്മളുടെ റോഡുണ്ട്, നമ്മുടെ റോഡാണ്. ഈ റോഡിനെ ഞാൻ വി എന്ന വെലോസിറ്റിയിൽ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഇത് യൂണിഫോം വെലോസിറ്റിയാണ്. സോ യൂണിഫോം വെലോസിറ്റി പ്രത്യേകത എന്താണ്? നെറ്റ് ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഉറപ്പായിട്ടും ഈ ബോഡിയിലേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ബോഡിയിലേക്ക് എന്ത് ചെയ്യും? ഫോഴ്സ് ആക്ട് ചെയ്യും. എന്താണ്? ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. സോ ഇത് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ ശരിയാണോ, ഇതിലൂടെ കറണ്ട് കടന്ന് ഒഴുകി പോകുന്നുണ്ട്. ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഉറപ്പായി എന്ത് ചെയ്യും? ഇതിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യും. ഇത് ആക്ട് ചെയ്യും, ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ILB എന്നാണ്. I എന്ന കറണ്ട് L എന്ന നീളമുള്ള കണ്ടക്ടറിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്താ ആക്ട് ചെയ്യും മക്കളെ? ഫോഴ്സ് ആക്ട് ചെയ്യും. ശരിയാണോ? സോ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? F വിച്ച് ഈസ് ഈക്വൽ ടു ILB ആണ്. സോ ഈ ഫോഴ്സിന് എതിരെ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നമുക്കാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ. ശരിയാണോ? സോ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കണം. ശരിയാണോ? നമ്മൾ വെറുതെ വെച്ച് കഴിഞ്ഞാൽ മൂവ് ചെയ്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഫോഴ്സ് കൊടുക്കണം. സോ ഈ മാഗ്നറ്റിക് ഫോഴ്സിന് എതിരെ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫോഴ്സ് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? അതിനെതിരെ നമ്മൾ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെയാണെങ്കിൽ നമ്മുടെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയുള്ളൂ. ഇനി ഇവിടെ നമുക്ക് ഐൻ്റെ വാല്യൂ അറിയാം. നമ്മൾ തൊട്ട് മുന്നേ കേട്ടാണ് I വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF എന്താണ്? BLV ആണ്. സോ BLV ഡിവൈഡ് ബൈ R ആണ്. സോ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഐക്ക് പകരം പറയാം BLV ഡിവൈഡ് ബൈ R. ഇനി എന്തുണ്ട്? L ഉണ്ട്, ഇനി ആരുണ്ട്? V ഉണ്ട്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കിട്ടും B, ഇനി ആരുണ്ട്? L², പിന്നെ ആരുണ്ട്? V² ഡിവൈഡ് ബൈ R. നമുക്ക് ആരെ കിട്ടി? ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടി. സോ ഈ ഫോഴ്സിൽ കൊടുത്താൽ മാത്രമേ യൂണിഫോം മോഷനിൽ ഈ ബോഡി അകത്തേക്ക് അല്ലെങ്കിൽ ഈ കണ്ടക്ടർ അകത്തേക്ക് മൂവ് ചെയ്യുകയുള്ളൂ. കാര്യം മനസ്സിലായോ? സോ ഫോഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു BL² V² ഡിവൈഡ് ബൈ R. R എന്താണ്? റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഇനിയും നമുക്ക് നോക്കാം. ഇനിയും ഡെറിവേഷൻ ഉണ്ട്. പവർ ലോസ് ഓർ ഹീറ്റ് ലോസ്. ഉറപ്പായും കണ്ടക്ടറിൽ എന്തുണ്ടാവും? പവർ ലോസ് ഉണ്ടാവും. നോക്ക്, ഇൻഡ്യൂസ്ഡ് EMF ഉറപ്പായിട്ട് നമ്മൾ തൊട്ട് മുന്നേ കേട്ടതാണ്. എന്തായിട്ട്? ഹീറ്റായിട്ട് എന്ത് ചെയ്യും? കറണ്ടിനെ ലോസ് ചെയ്യിക്കും. അതിനകത്തുണ്ടാകുന്ന കറണ്ടിനെ ഹീറ്റായിട്ട്, ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജി ആയിട്ട് എന്ത് ചെയ്യും? ഡെസിപ്പേറ്റ് ചെയ്യും. നമ്മുടെ കണ്ടക്ടറാണ്. ഉറപ്പായും ഈ കണ്ടക്ടറിനെ എങ്ങോട്ട് മൂവ് ചെയ്യിക്കണം? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കണം. V എന്ന വെലോസിറ്റി ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ഇതിലൂടെ I എന്ന കറണ്ട് ഉണ്ടാകും. ഈ I എന്ന കറണ്ടിൻ്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഹീറ്റ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ പവർ ലോസ് ഉണ്ടാവും. ശരിയാണല്ലോ? നമുക്കത് കണ്ടുപിടിക്കാം. പവറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ലോസ് ചെയ്ത പവർ, ലോസ് പവർ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? നമുക്കറിയാം P വിച്ച് ഈസ് ഈക്വൽ ടു VI ആണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം EMF ആണ്. I എന്ന് പറഞ്ഞാൽ BLV ഡിവൈഡ് ബൈ R ആണ്. ഇനി ഇതെന്താണ്? BLV ആണ്. സോ ഇത് BLV ഡിവൈഡ് ബൈ R ആണ്. സോ നമുക്ക് കിട്ടും B² L² V² ഡിവൈഡ് ബൈ R എന്ന് കിട്ടും. സോ നമുക്ക് ആരെ കിട്ടി? സിമ്പിളായിട്ട് ഇവിടുത്തെ നോക്ക്, ഇത്രയും കറണ്ടാണ്, ഇത് EMF ആണ്. സോ EMFൻ്റെ വാല്യൂ എന്താണ്? BLV. കറണ്ടിൻ്റെ വാല്യൂ എന്താണ്? BLV ഡിവൈഡ് ബൈ R. സോ അങ്ങനെയെങ്കിൽ പവർ ലോസ് വിച്ച് ഈസ് ഈക്വൽ ടു B² L² V² ഡിവൈഡ് ബൈ R എന്ന് വളരെ സിമ്പിളായിട്ട് കിട്ടും. സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. അങ്ങനെയെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്.
ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ NCERT ടെക്സ്റ്റിൽ കിടക്കുന്ന സെയിം കോൺസെപ്റ്റ് നിങ്ങളുടെ സോൾഡ് എക്സാമ്പിൾ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ സെയിം ക്വസ്റ്റ്യൻ ആണെങ്കിൽ കൊണ്ടുവരികയാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യാൻ നോക്കണം. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നോക്കൂ മക്കളെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ഇൻറ്റു ദ പ്ലെയിൻ ആണ്. കണ്ടോ? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ദ പ്ലെയിൻ ആണ്. ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ ബി എന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഈ മാഗ്നറ്റിക് ഫീൽഡാണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഒരു റോഡുണ്ട്. കണ്ടോ? റോഡ് കണ്ടോ? ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് റോഡ്. ആ റോഡിൻ്റെ ഒരു എൻഡ് ഇവിടെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കണ്ടോ? റോഡിൻ്റെ ഒരു എൻഡ് ഇവിടെ അടിച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ റോഡിന് എന്ത് ചെയ്യാം? ഇങ്ങനെ കിടന്ന് കറങ്ങാൻ കഴിയും. റോഡിന് ഇങ്ങനെ കിടന്ന് കറങ്ങാൻ കഴിയണ്ട, ഇങ്ങനെ കിടന്ന് കറങ്ങാൻ കഴിയും. അപ്പം ഇതൊരു സർക്കിളാണ്, കറങ്ങുന്ന സർക്കിളാണ് വരച്ചേക്കുന്നത്. ഇങ്ങനെ റിംഗ് ഒന്നുമല്ല, ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ ചുറ്റും എന്ത് ചെയ്യും? ഇതിൻ്റെ ഒരു എൻഡ് ഇങ്ങനെ കറങ്ങും, മറ്റേ എൻഡ് ഇവിടെ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒരു എൻഡ് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എൻഡ് എന്താണ്? നോൺ ഫിക്സ്ഡ് എൻഡ്. നോൺ ഫിക്സ്ഡ് എൻഡ്. ഇതിനിങ്ങനെ കറങ്ങാൻ പറ്റും. സോ ഒമേഗ എന്ന ആംഗുലാർ വെലോസിറ്റിയിൽ ഇങ്ങനെ തിരിയുകയാണ്. കണ്ടോ? ഫോർ എക്സാമ്പിൾ നിങ്ങളെ ക്ലോക്കിൻ്റെ സൂചി ആലോചിച്ച് നോക്കിയാൽ മതി. ക്ലോക്കിൻ്റെ സൂചിയിൽ ഒരു ഇത് റോഡാണെന്ന് വിചാരിച്ച് ആ ക്ലോക്കിൻ്റെ സൂചി ഒരു റോഡാണെന്ന് വിചാരിക്കോ, അതിൽ ഒരു എൻഡ് ഹിഞ്ചിലാണ്, മറ്റേ എൻഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഇനി ക്ലോക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ്. ഇത് ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡിനെ എല്ലാം ആര് കട്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ കണ്ടക്ടർ അല്ലെങ്കിൽ റോഡ് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റോഡിലുണ്ടായ ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? നിങ്ങളെ NCERT ക്വസ്റ്റ്യൻ ആണ്. NCERT. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF അക്രോസ് ദ എൻഡ്സ് ഓഫ് എ റൊട്ടേറ്റിംഗ് റോഡ്. റൊട്ടേറ്റിംഗ് റോഡിൻ്റെ എൻഡിലുള്ള ഇൻഡ്യൂസ്ഡ് EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. എ മെറ്റാലിക് റോഡ് ഓഫ് ലെങ്ത് L. ഇതിൻ്റെ ലെങ്ത് എത്ര മക്കളെ? L ലെങ്ത് ഉണ്ട്. ഈസ് റൊട്ടേറ്റഡ് ഇൻ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ്. പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ആര് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാടാ? നമ്മുടെ റോഡ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൺ എൻഡ് ഓഫ് ദ റോഡ് ഈസ് ഹിഞ്ച്ഡ്. ഒരു എൻഡ് ഹിഞ്ച് ചെയ്തിരിക്കുകയാണ് at the center while the other end moves along the circumference of the circle. ഈ സർക്കിളിൻ്റെ സർക്കംഫറൻസിലൂടെ മറ്റേ എൻഡ് നോൺ ഫിക്സ്ഡ് എൻഡ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വൽ ആണ്? ലെങ്ത് ഓഫ് ദ റോഡായ എല്ലിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആസ് ദ റോഡ് റൊട്ടേറ്റ്സ്, റോഡ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMF ഇതിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും? ഈ രണ്ട് എൻഡിൽ ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യും. EMF ഈസ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ഇറ്റ്സ് എൻഡ്സ്. അത് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ് ഈക്വൽ. ഇക്വേഷൻ എന്താണ്? മോഷണൽ EMFിൻ്റെ ഇക്വേഷൻ എന്താണ്? നിങ്ങൾ പറയും സാർ BLV ആണെന്ന് പറയും. ഇവിടെയാണെങ്കിൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ റേഡിയസ് ആണ്. ഇതിൻ്റെ റേഡിയസ് ആണ്. മനസ്സിലായോ? L എന്താണ് മക്കളെ? ഇതിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമുക്കാണെങ്കിൽ അങ്ങനെ എഴുതാൻ പോവാണ്. L എന്താണ് മക്കളെ? ഇതിൻ്റെ റേഡിയസ് ആണ്. ഇനി ഞാൻ ഇവിടെ ചെറിയ ഒരു സെക്ഷൻ മുറിച്ചെടുക്കാൻ പോവാണ്. ഈ റോഡിൻ്റെ ചെറിയ ഒരു സെക്ഷൻ മുറിച്ചെടുക്കാൻ പോവാണ്. ഇതാണ് DL. കണ്ടോ? ചെറിയ സെക്ഷൻ മുറിച്ചെടുത്തു. അതാണ് DL എന്ന് പറയുന്നത്. സോ അങ്ങനെയെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ചെറിയ ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ് ഈക്വൽ ടു BV. അതുപോലെ എഴുതി, അതിന് മാറ്റമില്ല. ഇൻറ്റു ആരാണ് മക്കളെ? DL. കുറച്ച് ഭാഗം മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും? കുറച്ച് ഇൻഡ്യൂസ്ഡ് EMF കിട്ടും. ഇത്രയുള്ള ലെങ്ത് ആണെങ്കിൽ, ചെറിയ ലെങ്ത് ആണെങ്കിൽ ചെറിയ ഇൻഡ്യൂസ്ഡ് EMF. നീളം കൂടുന്നതനുസരിച്ച് ഇൻഡ്യൂസ്ഡ് EMFിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഞാൻ ചെറിയ ലെങ്ത് മുറിച്ചെടുത്തു. അങ്ങനെയെങ്കിൽ ചെറിയ ഇൻഡ്യൂസ്ഡ് EMF ഇവിടെ സെറ്റപ്പ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? വലിയ ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കണം. ശരിയാണോ? സോ DE ചെറിയ ഇൻഡ്യൂസ്ഡ് EMF വിച്ച് ഈസ് ഈക്വൽ ടു B ഇൻറ്റു, ഇതെന്താണ്? വെലോസിറ്റിയാണ്. റോഡിൻ്റെ വെലോസിറ്റിയാണ് V എന്ന് പറയുന്നത്. ഇതിന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Vൻ്റെ വാല്യൂ എത്രയാണ്? അത് R ഒമേഗയാണ്. ഇവിടെ R L ആയതുകൊണ്ട് നമ്മൾ പറയണം L ഒമേഗ എന്ന് പറയണം. സോ എന്താണത്? വെലോസിറ്റിയാണ്. നമുക്കറിയാം വെലോസിറ്റി V വിച്ച് ഈസ് ഈക്വൽ ടു R ഒമേഗയാണ്. ഇവിടെയാണെങ്കിൽ എന്താണ്? ആറിന് പകരം L എന്ന് പറയണം, L ഒമേഗ. സോ വെലോസിറ്റിക്ക് പകരം പറയണം L ഒമേഗ ഇൻറ്റു ഒമേഗ ആംഗുലാർ സ്പീഡാണ്. ഒമേഗ എന്താണ് മക്കളെ? ആംഗുലാർ സ്പീഡ്. ഇൻറ്റു എന്ത് വേണം? DL. സോ
ഈ കണ്ടുപിടിക്കണമെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ? ബി ഒമേഗ എൽ ഡി എൽ. നമുക്ക് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്, ഒമേഗ ആംഗുലാർ സ്പീഡാണ്. അത് ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. കറക്കത്തിൻ്റെ സ്പീഡാണ് ഒമേഗ എന്ന് പറയുന്നത്, ആംഗുലാർ സ്പീഡാണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ്. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പുറത്തെടുക്കാം. സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഒമേഗ പുറത്തെടുത്തു, ഇൻ്റഗ്രൽ എൽ ഡി എൽ എന്ന് കിട്ടും. സോ എന്താണ് ഇൻ്റഗ്രൽ എൽ ഡി എൽ എന്ന് പറയുന്നത്? സോ ബി ഒമേഗ ഇൻ്റഗ്രൽ എൽ ഡി എൽ എന്താണ്? എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. സോ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ കിട്ടും ഹാഫ്. പിന്നെന്തുണ്ട്? ബി എൽ അല്ലെങ്കിൽ ബി ഒമേഗ സ്ക്വയർ എന്ന് വരും. ശരിയാണോ? ബി ഒമേഗ എൽ സ്ക്വയർ എന്ന് വരും. സോ സിമ്പിൾ. നമ്മൾ ആരെ കണ്ടെത്തി? നമ്മൾ സിമ്പിളായിട്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ വാല്യൂ കണ്ടെത്തി. എളുപ്പമല്ലേ മക്കളെ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങളാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് മോഷണൽ ഇ എം എഫ് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് മോഷണൽ ഇ എം എഫിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതെന്നും എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നും ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയെടുത്തു. ഇനി എന്ത് ചെയ്യണം? ഞാൻ ഈ പഠിപ്പിച്ച കാര്യം പ്രാക്ടീസ് ചെയ്ത് മോഷണൽ ഇ എം എഫിൻ്റെ ഈ 3-4 ഡെറിവേഷൻസ് വളരെ ഭംഗിയായിട്ട് പഠിക്കുക. ഓക്കെ, ഇനിയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാം. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം. ഫൈൻഡ് ഇൻഡ്യൂസ്ഡ് ചാർജ് കണ്ടുപിടിക്കണം. നമ്മളിവരെ കണ്ടുപിടിച്ചത് എന്താണ്? ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇൻഡ്യൂസ്ഡ് കറണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ ആണെങ്കിൽ ഫോഴ്സ് കണ്ടുപിടിച്ചായിരുന്നു അല്ലേ? യൂണിഫോം മോഷനിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചായിരുന്നു, പിന്നെ പവറിൻ്റെ കാര്യം കണ്ടുപിടിച്ചായിരുന്നു. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മോഷണൽ ഇ എം എഫ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനിയിപ്പം ഫൈൻഡ് ഇൻഡ്യൂസ്ഡ് ചാർജ്, ഉണ്ടാകുന്ന ഇൻഡ്യൂസ് ചെയ്ത ചാർജ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ ഓൾറെഡി അറിയാം. ഐൻ്റെ വാല്യൂ എന്താണ്? ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ക്യൂ ഡിവൈഡ് ബൈ ഡി ടി. ഇവിടെ ഐ എന്താണ്? ഐ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ പറയാം ഇ എം എഫ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഇ എം എഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ഒക്കെ വിട്ടേക്ക്, ഡി ഫൈ ഡിവൈഡ് ബൈ ഡി ടി ആണ് ഇ എം എഫ് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട്? ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഉണ്ട്. ഡിവൈഡ് ബൈ അങ്ങനെ തന്നെ എഴുതാം, ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ ആണോ? ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും. സോ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും ഡി ഫൈ ഡിവൈഡ് ബൈ ആർ ഡി ടി എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യും, നമുക്ക് ഡി ഫൈ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഇനി നമുക്ക് വിട്ടുകൊടുക്കാം. സോ ഡി ക്യൂ ചാർജ് ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഫൈ ഡിവൈഡ് ബൈ ആർ ഡി ടി. ഇവിടെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ഡി ടി ക്യാൻസൽ ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും മക്കളെ? നമുക്ക് കിട്ടും ഡി ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു ഡി ഫൈ ഡിവൈഡ് ബൈ ആർ എന്ന് കിട്ടും. സോ നമുക്ക് എന്തുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഡ്യൂസ്ഡ് ചാർജ് സിമ്പിളായിട്ട് കിട്ടും. സോ ഇൻഡ്യൂസ്ഡ് ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സിനെ റെസിസ്റ്റൻസ് കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഇൻഡ്യൂസ്ഡ് ചാർജ് കണ്ടുപിടിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മോഷണൽ ഇ എം എഫിൻ്റെ നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താണ് മോഷണൽ ഇ എം എഫ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മോഷണൽ ഇ എം എഫ് എങ്ങനെയൊക്കെ ഡിറൈവ് ചെയ്യാം, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. സോ ഇത്രയും കോൺസെപ്റ്റ് വളരെ ഭംഗിയായിട്ട് എഴുതി പഠിക്കുക. ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.